എനിക്കൊരു മുച്ചക്ര വാഹനം എന്നുള്ളത് കിട്ടിയപ്പോൾ ഞാൻ അനുഭവിച്ചൊരു സ്വാതന്ത്ര്യം, സന്തോഷം, ചിറകൊടിഞ്ഞു പോയ ഒരു പക്ഷിക്ക് ചിറക് പുനഃസ്ഥാപിച്ച് കിട്ടിയതുപോലുള്ള ഒരു സ്വാതന്ത്ര്യം ഞാൻ അനുഭവിച്ചു. ഭിന്നശേഷിക്കാരായിട്ടുള്ള പല വ്യക്തികളും അവർ പറയുന്ന സങ്കടകരമായ ഒരവസ്ഥ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, നാട്ടുകാരെന്ത് പറഞ്ഞാലും അവർക്ക് പ്രശ്നമില്ല, കുടുംബത്തിൽ നിന്ന് അവഗണന ഉണ്ടായാൽ അത് അവർക്ക് താങ്ങാൻ കഴിയില്ല. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് വേണ്ടി രാപ്പകൽ സജീവമായിട്ട് പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ്. പക്ഷേ സ്ഥാനാർത്ഥിത്വം പോലെയുള്ള നിർണായകമായ സമയങ്ങൾ വന്നപ്പോൾ ഭിന്നശേഷിത്വത്തിൻ്റെ പേരിൽ എനിക്ക് അവഗണന അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. സംസ്ഥാന ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷൻ്റെ ചെയർപേഴ്സൺ ആണല്ലോ, 4 കൊല്ലമായി ഔദ്യോഗിക ജീവിതത്തിൽ. ക്ഷേമ കോർപ്പറേഷൻ്റെ പ്രധാന പ്രവർത്തനങ്ങൾ അതൊക്കെ ഒന്ന് പറയാമോ? 1-ാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്താണ് സംസ്ഥാന ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷൻ്റെ അനൗദ്യോഗിക അംഗങ്ങൾ ഭിന്നശേഷിക്കാർ തന്നെ ആകണമെന്ന് തീരുമാനമെടുത്തത്. അതിൻ്റെ ഭാഗമായി എനിക്ക് മുൻപ് 1-ാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് അഡ്വക്കേറ്റ് പരശുവയ്ക്കൽ മോഹനായിരുന്നു ചെയർമാൻ. അതിൻ്റെ തുടർച്ചയായിട്ടാണ് 2-ാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് മറ്റൊരു ഭിന്നശേഷിക്കാരി എന്നുള്ള നിലയിൽ എനിക്ക് ആ ഒരു അവസരം ലഭിക്കുന്നത്. നമ്മുടെ അനൗദ്യോഗിക അംഗങ്ങളും ഭിന്നശേഷിക്കാരാണ്. സ്വാഭാവികമായും ഭിന്നശേഷി സമൂഹത്തിന് ഒരു കോർപ്പറേഷൻ എന്നുള്ള നിലയിൽ നമ്മളെ സമീപിക്കുമ്പോൾ അവരിലൊരാളാണ് അവരുടെ നേതൃത്വത്തിൽ ഇരിക്കുന്നത് എന്നുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ട്. ആ ഒരു സമീപനത്തിൽ അവർക്ക് ഇടപെടുന്നതിനും അവരുടെ ആശങ്കകൾ, ആവശ്യങ്ങളൊക്കെ തുറന്ന് സംസാരിക്കുന്നതിനും ഒക്കെ കഴിയുന്നുണ്ട് എന്ന് പലരും പല പരിപാടികളുടെയും ഭാഗമായി നമ്മളെ കാണുമ്പോഴും പല മീറ്റിങ്ങുകളിലും അറിയിച്ചിട്ടുണ്ട്. അത് വലിയൊരു സന്തോഷം നമുക്കും തരാറുണ്ട്. ഞങ്ങൾക്കിടയിൽ ഞങ്ങൾ ഭരണാധികാരികളെന്നോ അവർ അതിൻ്റെ ഗുണഭോക്താക്കളെന്നോ എന്നുള്ള വ്യത്യാസമില്ല. ഞങ്ങളിൽ ഒരാളാണ് നിങ്ങളും, നിങ്ങളിൽ ഒരാളാണ് ഞങ്ങളും എന്നുള്ള ആ ഒരു ഇഴയടുപ്പം ഞങ്ങൾക്കിടയിലുണ്ട്. നാളിതുവരെ, അതായത് 1979 സ്ഥാപിതമായ ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷൻ്റെ ഗുണഭോക്താക്കളായി വന്ന എണ്ണം ഉണ്ടല്ലോ, ഈ 10 വർഷത്തിന് മുൻപ് വരെയുള്ള ആളുകളുടെ എത്രയോ മടങ്ങ് ഭിന്നശേഷിക്കാരിലേക്ക് ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷൻ്റെ പദ്ധതികളും പ്രവർത്തനങ്ങളും എത്തിക്കുന്നതിന് ഈ ഒരു നേതൃത്വത്തിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. ഇതിൻ്റെ ഒരു പ്രവർത്തന രീതി എങ്ങനെയാണ് നിങ്ങളെ സമീപിക്കാൻ പറ്റുക? സർക്കാർ നമുക്കൊരു സഹായം തരുന്നു, സഹായം എന്ന് പറയാൻ പറ്റില്ല, അവകാശമാണ്. അപ്പോൾ അത് ഏത് രീതിയിലാണ് നമ്മൾ ഈ കോർപ്പറേഷനെ സമീപിക്കുന്നത്? അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഈ അർഹിക്കുന്ന എല്ലാവരിലേക്കും ഇത് എത്തുന്നുണ്ടോ? അല്ലെങ്കിൽ ആർക്കെങ്കിലും കിട്ടാണ്ട് പോകുന്നുണ്ടോ ഇതിൻ്റെ നേട്ടങ്ങൾ? എങ്ങനെയാണ് അതിൻ്റെ ഒരു രീതി? നമുക്ക് എല്ലാ സർക്കാർ പദ്ധതികളിലും എന്നതുപോലെ വ്യക്തമായ മാനദണ്ഡങ്ങളുണ്ട്. ഗുണഭോക്താക്കൾ എങ്ങനെ ആയിരിക്കണം, അവരുടെ ഒരു വ്യക്തമായ മാനദണ്ഡങ്ങൾ പറയുന്നുണ്ട്. ആ കാറ്റഗറിയിൽ വരുന്ന എല്ലാവർക്കും തന്നെ ക്ഷേമ കോർപ്പറേഷനെ സമീപിക്കാം, ആരെയും മാറ്റി നിർത്തുന്നില്ല. ഇപ്പം 117 തരം സഹായ ഉപകരണങ്ങൾ നമ്മൾ സൗജന്യമായിട്ട് വിതരണം ചെയ്യുന്നുണ്ട്. ഭിന്നശേഷി സർട്ടിഫിക്കറ്റുള്ള കേരളീയനായ വരുമാന പരിധി സർക്കാർ മാനദണ്ഡങ്ങൾക്ക് ഉള്ളിൽ നിൽക്കുന്ന ഏതൊരു വ്യക്തിക്കും സംസ്ഥാന ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷൻ്റെ ആനുകൂല്യങ്ങൾക്ക് അർഹതയുണ്ട്. ഹസ്തദാനം എന്ന് പറഞ്ഞൊരു സ്കീമുണ്ട്. അത് 20,000 രൂപ തീവ്ര ഭിന്നശേഷിത്വമുള്ള കുട്ടികളുടെ പേരിൽ നിക്ഷേപിക്കുന്ന സ്ഥിര നിക്ഷേപത്തിൻ്റെ സർട്ടിഫിക്കറ്റാണ്. 18 വയസ്സ് കഴിയുമ്പോൾ പലിശ ഉൾപ്പെടെ അവർക്ക് തിരിച്ചെടുക്കാൻ കഴിയുന്ന ഒരു പദ്ധതിയാണ്. അപ്പോൾ നമ്മളെ സമീപിക്കുന്ന വെബ്സൈറ്റിൽ അപേക്ഷാ ഫോമുകളെല്ലാം ലഭ്യമാണ്. പിന്നെ വായ്പാ പദ്ധതികളുണ്ട്. 4 തരം വായ്പകളുണ്ട്: വിദ്യാഭ്യാസ വായ്പ, വാഹന വായ്പ, സ്വയം തൊഴിൽ വായ്പ, ഭവന വായ്പ. സ്വയം തൊഴിൽ വായ്പ സബ്സിഡി നിരക്കിലും കുറഞ്ഞ പലിശ നിരക്കിലുമാണ് കൊടുക്കുന്നത്. സ്വന്തം നിലയിൽ ആത്മാഭിമാനത്തോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണല്ലോ എല്ലാ മനുഷ്യരും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു വരുമാന മാർഗം കണ്ടെത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഭിന്നശേഷിക്കാരുടെ മുന്നിൽ പലപ്പോഴും തടസ്സമാകുന്നത് അതിന് വേണ്ടി വരുന്ന മുതൽ മുടക്കിന് ഉള്ള സാമ്പത്തികം കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ക്ഷേമ കോർപ്പറേഷൻ വഴി സബ്സിഡിയോടെ സ്വയം തൊഴിൽ വായ്പ കൊടുക്കുന്നുണ്ട്. 50 ലക്ഷം രൂപ വരെ കൊടുക്കുന്നുണ്ട്. ഞാൻ ചുമതലയേറ്റതിന് ശേഷം പുതുതായിട്ട് ആരംഭിച്ചതാണ് ഭവന വായ്പാ പദ്ധതി, മെറി ഹോം എന്ന പേരിൽ. അത് നമുക്കറിയാം, സംസ്ഥാന സർക്കാർ ലൈഫ് ഭവന പദ്ധതിയിലൂടെ 5 ലക്ഷത്തിലേറെ ആളുകൾക്ക് സ്വന്തമായ കിടപ്പാട് എന്നുള്ള സ്വപ്നം യാഥാർത്ഥ്യമാക്കിയിട്ടുണ്ട്. ഭിന്നശേഷിക്കാർക്ക് അതിൽ മുൻഗണനയുണ്ട് ലൈഫ് ഭവന പദ്ധതിയിൽ. പക്ഷേ ഈ മാനദണ്ഡങ്ങളിൽ പെടാതെ പോകുന്ന ഭിന്നശേഷിക്കാരുണ്ട്. ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുന്നതിന് ചില മാനദണ്ഡങ്ങളുണ്ട്, ഭൂപരിധിയുണ്ട്, വരുമാന പരിധിയുണ്ട്. അപ്പോൾ അതിൻ്റെ അപ്പുറത്തേക്ക് പോകുന്ന സ്വന്തം നിലയിൽ ജോലിയുണ്ട്, ഇപ്പോൾ സർക്കാർ ജോലിക്കാരനാണ്, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് ഭൂമിയൊക്കെ ഉണ്ട്, എന്നാൽ നമുക്കൊരു വീട് വേണം. അപ്പോൾ അതിന് സാധാരണ ബാങ്കുകളെ സമീപിക്കുമ്പോൾ 14 മുതൽ 18% വരെയൊക്കെയാണ് പലിശ. അവർക്ക് വെറും 7% പലിശയ്ക്ക് 50 ലക്ഷം രൂപ വരെ ക്ഷേമ കോർപ്പറേഷൻ വായ്പ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ധനകാര്യ സ്ഥാപനങ്ങളെക്കാൾ
കുറഞ്ഞ വായ്പ നിരക്കിൽ അവർക്ക് സഹായം കൊടുക്കും. 20 വർഷം കാലാവധിയുണ്ട് വീട് നന്നാക്കുന്നതിനും വീടും സ്ഥലവും വാങ്ങുന്നതിനും പുതിയ വീട് വെക്കുന്നതിനും. അങ്ങനെ സ്ഥലം വാങ്ങാനും കൊടുക്കുന്നുണ്ട് വായ്പ. സ്ഥലം മാത്രം വാങ്ങാനല്ല, വസ്തുവും വീടുമായിട്ട് വാങ്ങുന്നതിനും പുതിയ വീട് വെക്കുന്നതിനും ഉള്ള വീട് നന്നാക്കുന്നതിനും, അത് എക്സ്റ്റൻഷൻ നടത്തുന്നതിനാണെങ്കിലും പുതുക്കുന്നതിനാണെങ്കിലും കൊടുക്കുന്നുണ്ട്. പിന്നെ വാഹന വായ്പയുണ്ട്, വിദ്യാഭ്യാസ വായ്പ 4 ലക്ഷം രൂപ വരെ സെക്യൂരിറ്റി പോലും വേണ്ട, 50 ലക്ഷം രൂപ വരെ വിദേശ പഠനം ഉൾപ്പെടെ നടത്തുന്നതിന് സ്ഥാപനത്തിൽ നിന്ന് വായ്പ എടുത്ത് പഠിച്ച് അങ്ങനെ വരുന്ന കുട്ടികളുണ്ട്. അവരുടെയൊക്കെ ഒരു സന്തോഷം എന്ന് പറയുന്നത് അത് 4% അതിൻ്റെ പലിശ നിരക്ക്. 50 ലക്ഷം രൂപ വരെയുള്ള വായ്പയ്ക്ക് 4%. ഇത് വിദ്യാഭ്യാസം അപേക്ഷിച്ചാൽ മാത്രം മതി വെബ്സൈറ്റ് വഴി? നമുക്ക് വെബ്സൈറ്റിൽ നിന്ന് അപേക്ഷാ ഫോം എടുക്കാം, മറ്റ് ഡോക്യുമെൻറ്റ്സ് എല്ലാമായിട്ട് ക്ഷേമ കോർപ്പറേഷനിൽ അപേക്ഷിക്കാം. നമ്മൾ മാസത്തിലൊരിക്കൽ ഒരു PAC മീറ്റിംഗ് ഉണ്ട്, പ്രോജക്റ്റ് അപ്രൈസൽ കമ്മിറ്റി. അവർ ഇൻ്റർവ്യൂ നടത്തി അതിൻ്റെ ബാക്കി കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്ത് എഗ്രിമെൻറ്റിലേക്ക് പോവുകയാണ്. എല്ലാ മാസവും പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ അതുവഴി ഒരുപാട് പേർക്ക് അത് ഏറ്റവും കൂടുതൽ ആളുകൾ ഇപ്പോൾ സമീപിക്കുന്നത് മെറി ഹോം ഭവന വായ്പാ പദ്ധതിക്കും അതുപോലെ സ്വയം തൊഴിൽ വായ്പയ്ക്കുമാണ്. ക്ഷേമ കോർപ്പറേഷൻ്റെ കീഴിൽ ഇത്രയധികം പദ്ധതികൾ ഉണ്ടെന്ന് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. അതുപോലെ അറിയാത്ത ഒരുപാട് പേരുണ്ട്. അതിപ്പോൾ ഞാൻ ഭിന്നശേഷി മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയുടെ ഭാരവാഹി കൂടിയാണ്. അപ്പോൾ ആ സംഘടനയുടെയും മറ്റിതര സംഘടനകളുടെയും എന്തെങ്കിലും വാർഷികമോ അതുപോലെയൊക്കെയുള്ള പരിപാടികളൊക്കെ നടക്കുമ്പോൾ ക്ഷേമ കോർപ്പറേഷൻ്റെ ചെയർപേഴ്സൺ ഒരു ഭിന്നശേഷിക്കാരിയാണ് എന്നുള്ളത് കൊണ്ടുകൂടി തന്നെ അവരൊക്കെ വിളിക്കാറുണ്ട്. അവിടെ പോകുന്ന എല്ലാ വേദികളിലും ക്ഷേമ കോർപ്പറേഷൻ നടപ്പിലാക്കുന്ന പദ്ധതികളെക്കുറിച്ച് വിശദീകരിക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ അറിഞ്ഞിട്ട് പലരും സമീപിക്കും. പിന്നെ നമ്മുടെ സോഷ്യൽ മീഡിയ വഴിയൊക്കെ ഓരോ കാര്യങ്ങളെക്കുറിച്ച് ഒരു പ്രചരണം നടത്താൻ ശ്രമിക്കാറുണ്ട്. വെബ്സൈറ്റിലും ഇത്തരം പദ്ധതികളെ കുറിച്ചുള്ള ബോധവൽക്കരണം കുറവുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. അങ്ങനെ ഉണ്ടാവാം, പക്ഷേ പരമാവധി പേരിലേക്ക് എത്തിക്കുക എന്നുള്ള വലിയ ലക്ഷ്യം നമുക്കുണ്ട്. അതിൻ്റെ ഒരു അവയർനെസ് നമ്മൾ പല പരിപാടികളിലൂടെയും നൽകാറുണ്ട്. സംസ്ഥാന സർക്കാർ തന്നെ അതിന് മുൻകൈയെടുത്ത് നടത്തുന്ന പരിപാടികളുണ്ട്. ഇപ്പോൾ സാമൂഹിക ഭിന്നശേഷി ശാക്തീകരണം എന്ന് പറയുന്നത് ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷൻ വഴി മാത്രം നടക്കുന്ന പരിപാടിയല്ല. ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അതിന് പ്രത്യേക ഫണ്ടുണ്ട്. പിന്നെ സാമൂഹ്യനീതി വകുപ്പ് നേരിട്ട് ചെയ്യുന്ന കാര്യങ്ങളുണ്ട് എല്ലാ ജില്ലാ സാമൂഹ്യനീതി ഓഫീസുകൾ വഴിയും. പിന്നെ സംസ്ഥാന ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷനുണ്ട്, നിഷ്, നിപ്മർ, കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സ്ഥാപനങ്ങളിലൂടെ ഭിന്നശേഷി ശാക്തീകരണത്തിന് വേണ്ടി സർക്കാർ വ്യത്യസ്തങ്ങളും വിവിധങ്ങളുമായിട്ടുള്ള പരിപാടികൾ ചെയ്യുന്നുണ്ട്. അപ്പം അതുപോലെ തന്നെ ഭിന്നശേഷിക്കാരുടെ നിയമപരമായിട്ടുള്ള വിഷയങ്ങൾ സമീപിക്കാൻ ഭിന്നശേഷി കമ്മീഷണറേറ്റ് ഉണ്ട്. ഇങ്ങനെ എല്ലാ മേഖലകളിലും ഇടപെടുന്നൊരു സമീപനമാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അപ്പം നമ്മൾ താഴെത്തട്ടിലേക്ക് ഈ അറിവുകൾ എത്തിക്കുക എന്ന് പറയുന്നതിൻ്റെ ഒരു സോഴ്സ് മീഡിയാസാണ്, മാധ്യമങ്ങൾ. ആ ഒരു കടമ നിർവഹിച്ചാൽ കുറേയേറെ പേരിലേക്ക് കൂടെ അത് എത്തിക്കാൻ കഴിയും. ഈ ക്ഷേമ പദ്ധതികളുടെ മുഴുവൻ തുകയും സർക്കാരിൽ നിന്നാണോ? സർക്കാരിൽ നിന്നാണ്. സ്പോൺസർഷിപ്പ് ഒന്നുമില്ല? ഇല്ല, നാളിതുവരെ ഇല്ല. പക്ഷേ ഇങ്ങനെ ഒരു സ്പോൺസർഷിപ്പ് വന്നാൽ സർക്കാർ അത് സ്വീകരിക്കുമോ എന്നുള്ളതാണല്ലേ. ഇപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മുടെ സുശക്തി എന്ന് പറഞ്ഞൊരു മിഷൻ ഭിന്നശേഷിക്കാരുടെ സമഗ്ര ശാക്തീകരണം ലക്ഷ്യമിട്ടുകൊണ്ട് നടപ്പിലാക്കുന്നതിന് വേണ്ടി സർക്കാരിൻ്റെ മന്ത്രിസഭ അംഗീകാരം വന്നിരുന്നു. അപ്പോൾ അത് ഭിന്നശേഷി മേഖലയിൽ വലിയൊരു ഉണർവിന് അല്ലെങ്കിൽ വലിയൊരു മുന്നേറ്റത്തിനാണ് അത് ഊന്നൽ കൊടുക്കുന്നത്. അത് പ്രായോഗികമാകുന്നതോടുകൂടി വലിയൊരളവിൽ ഭിന്നശേഷി സമൂഹത്തിൻ്റെ ഇടയിലേക്ക് എല്ലാ സർക്കാർ പദ്ധതികളെയും എത്തിക്കാനും ഗ്രാസ് റൂട്ട് ലെവലിൽ ഓരോ വ്യക്തികളുടെയും അവസ്ഥ, ആവശ്യം എന്തെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ ആവശ്യങ്ങളിൽ കൂടെ നിൽക്കാനും നമുക്ക് കഴിയും, സർക്കാരിന് കഴിയും. സംസ്ഥാന ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷനെയാണ് അതിന് പ്രാരംഭ ചുമതല ഏൽപ്പിച്ചിട്ടുള്ളത്. എല്ലാ മേഖലകളിലും ഇടപെടാനുള്ള ഒരു വകുപ്പാണ് ഈ സുശക്തി മിഷൻ തുറന്നു തരുന്നത്. ഇപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, ഈ സ്ത്രീ ശാക്തീകരണത്തിന് കുടുംബശ്രീ വഹിച്ച പങ്ക് 25 വർഷങ്ങൾക്ക് മുമ്പുള്ള സ്ത്രീയല്ല ഇന്നത്തെ സ്ത്രീ. നമ്മുടെ നാട്ടിൻപുറത്ത് പൊതുരംഗത്തോ പൊതുപ്രവർത്തന രംഗത്തോ ഒന്നും പൊതു അഭിപ്രായങ്ങൾ പറയുന്നിടത്തോ ഒന്നും സ്ത്രീകൾ അധികം ഇല്ല. ഉണ്ട്, അപൂർവമായിട്ടാണെങ്കിൽ കുറച്ച് പേരൊക്കെ ഉണ്ടാവും. പക്ഷേ എല്ലാവർക്കും അഭിപ്രായമുണ്ട്. ഇന്ന് സ്ത്രീകൾക്ക് എല്ലാവർക്കും തന്നെ വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്, അവർക്ക് വ്യക്തമായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ട്, അവർക്ക് ഇടപെടാനുള്ള അവസരങ്ങളുണ്ട്. അങ്ങനെ ഈ ആരെങ്കിലും പറയുന്നത് കേട്ട് എന്ന് പറഞ്ഞിരിക്കുന്ന അവസ്ഥയൊക്കെ മാറി സ്ത്രീകൾ. അവർ ചിന്തിക്കുന്നു, അഭിപ്രായം പറയുന്നു, അവരിടപെടുന്നു എല്ലാ മേഖലകളിലും. ആ ഒരു ലെവലിലേക്ക് മാറ്റിയെടുക്കുന്നതിന് കുടുംബശ്രീക്കൊരു നിർണായകമായ റോൾ വന്നിട്ടുണ്ട്. നമുക്ക് ഒരു പ്രദേശത്തുള്ള
ഏറ്റവും അടുത്തറിയുന്ന ഭിന്നശേഷിക്കാരുടെ കൂട്ടായ്മ, എല്ലാ വിഭാഗത്തിലും ഉൾപ്പെട്ട ഭിന്നശേഷിക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു യൂണിറ്റ്, അതായത് കുടുംബശ്രീ പോലെ തന്നെ. ഇങ്ങനെ ഉള്ള വ്യത്യസ്ത സംഘടനകൾ അവരുടേതായ കുറേ സംവിധാനങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇതിനകത്ത് എല്ലാ വിഭാഗം ഭിന്നശേഷിക്കാരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള യൂണിറ്റുകളാണ്. അപ്പോൾ ആ യൂണിറ്റുകളിൽ ഉരുത്തിരിഞ്ഞു വരുന്ന ആവശ്യങ്ങളുണ്ടാവും, അവർക്ക് പിന്നെ നടപ്പിലാക്കാൻ കഴിയുന്ന സ്കീമുകളുണ്ടാകും. ഇപ്പോൾ 18 വയസ്സിന് താഴെയുള്ള ഭിന്നശേഷിത്വമുള്ള ഒരു കുട്ടിയെ പ്രതിനിധീകരിച്ചുകൊണ്ട് അവരുടെ രക്ഷിതാവായിരിക്കും ഈ സംഘത്തിലെ അംഗം, ഈ സുശക്തി യൂണിറ്റിലെ അംഗം. അതേസമയം ഓട്ടിസം, സെർബ്രൽ പാൾസി, ബഹുവൈകല്യം, അത് മാനസിക ബുദ്ധിമുട്ട്, അങ്ങനെയൊക്കെയുള്ള ആളുകളുണ്ടല്ലോ, അവരെയും രക്ഷിതാവ് ആയിരിക്കും ഇതിലെ അംഗം. അപ്പോൾ ആരെയും മാറ്റി നിർത്തുന്നില്ല, ഒരു വ്യക്തിയെ മാറ്റി നിർത്തുന്നില്ല. ഈ സംഘങ്ങൾ വഴി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന എല്ലാ സ്കീമുകളും, കേന്ദ്ര ഗവൺമെൻറ്, സംസ്ഥാന ഗവൺമെൻറ് ഭിന്നശേഷി മേഖലയിൽ നടപ്പിലാക്കുന്ന സ്കീമുകളെക്കുറിച്ചുള്ള അവയർനെസ് അവർക്ക് കൊടുക്കും, അവരിൽ നിന്ന് അപേക്ഷകൾ സ്വീകരിക്കും, അത് നമ്മൾ നിറവേറ്റി കൊടുക്കുന്നതിന് പരമാവധി ഇടപെടൽ നടത്തും. ഈ സുശക്തി മിഷന് CSR ഫണ്ടും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ സ്വീകരിക്കുന്നതിനുള്ള ഓപ്ഷനുണ്ട്, അനുവാദമുണ്ട്. അതിനുള്ള അനുവാദം തന്നിട്ടുണ്ട്. അർഹരായവരിലേക്ക് എത്തിക്കുന്നതിന് സാധിക്കുമെന്നുള്ള ഉറപ്പുള്ളത് കൊണ്ട് തന്നെ അങ്ങനെയുള്ള വ്യക്തികളെയും സ്ഥാപനങ്ങളെയും ഒക്കെ നമുക്ക് ഇതിൻ്റെ ഭാഗമാക്കാനും അങ്ങനെ ഇപ്പോൾ സർക്കാരിന് ചില പരിമിതികളുണ്ടാവും അല്ലേ, ആ പരിമിതി കുറയ്ക്കുന്നതിന് ഈ ഒരു സമൂഹത്തിൻ്റെ കൂടെ സപ്പോർട്ട് നമുക്ക് നേടിയെടുക്കാൻ കഴിയും. അതെ. വനിത എന്ന നിലയിൽ ജെക്ക് എന്തെങ്കിലും പ്രത്യേക മാറ്റി നിർത്തപ്പെടലുകളോ അല്ലെങ്കിൽ ഒരു അവഗണനയോ അല്ലെങ്കിൽ ഒരു സ്ത്രീയാണെന്ന നിലയിൽ സമീപിക്കാൻ മടിക്കുന്ന ആൾക്കാരോ അങ്ങനെ എന്തെങ്കിലും ഒരു അനുഭവമോ നാളിതുവരെ ഇല്ല. സ്ത്രീ എന്ന നിലയിലോ ഭിന്നശേഷിക്കാരി എന്ന നിലയിലോ ഈ ഒരു സ്ഥാനത്തിരിക്കുന്നു എന്നുള്ളത് കൊണ്ടുള്ള മാറ്റി നിർത്തൽ ഇന്നുവരെ ഇല്ല. വ്യക്തി ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ ഉണ്ട്, ഇല്ല എന്ന് പറഞ്ഞിട്ടില്ല, ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഔദ്യോഗിക ജീവിതത്തിൽ അത് ഉണ്ടായിട്ടില്ല, ഇതുവരെ ഇല്ല. ഭിന്നശേഷിക്കാരായിട്ടുള്ള പല വ്യക്തികളും നമ്മളോട് സ്വകാര്യമായിട്ട് ആശയവിനിമയം നടത്തിയിട്ടുണ്ട് പലരും. അപ്പോൾ അവർ പറയുന്ന സങ്കടകരമായ ഒരവസ്ഥ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, നാട്ടുകാരെന്ത് പറഞ്ഞാലും അവർക്ക് പ്രശ്നമില്ല, കുടുംബത്തിൽ നിന്ന് അവഗണന ഉണ്ടായാൽ അത് അവർക്ക് താങ്ങാൻ കഴിയില്ല. ആ ഒരു വേദന പങ്കുവച്ചിട്ടുണ്ട് പലരും. ഇപ്പം 3 മക്കളുണ്ട്, ഒരാൾ ഭിന്നശേഷി ഉള്ള കുട്ടിയാണ് എങ്കിൽ മറ്റ് 2 പേർക്ക് കിട്ടുന്ന പരിഗണന 3ാമത്തെ ആളിന് കിട്ടണമെന്നില്ല. എല്ലാവരും അല്ല കേട്ടോ, ചില വ്യക്തികളുടെ ജീവിതത്തിലെങ്കിലും അങ്ങനെ കിട്ടിയിട്ടില്ല. അപ്പോൾ 1-2 പേര് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, നല്ല ദിവസങ്ങൾ വരുമ്പോൾ, ഒരു ക്രിസ്മസ് അല്ലെങ്കിൽ ഒരു ന്യൂ ഇയർ അല്ലെങ്കിൽ ഒരു ഓണം ഒക്കെ ആഘോഷങ്ങൾ വരുമ്പോൾ വീട്ടിലെ മറ്റെല്ലാവർക്കും പുതിയ വസ്ത്രങ്ങൾ വാങ്ങുമ്പോൾ ഈ കുട്ടിയെ മാറ്റി നിർത്തിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പേഴ്സണലി അങ്ങനെ അവർ പറഞ്ഞതിൻ്റെ മുന്നിൽ കരഞ്ഞിട്ടുള്ളത് ആലോചിക്കുമ്പോൾ ഉള്ള ഒരു സങ്കടം വന്നു എനിക്ക് ഇപ്പോൾ പറയുമ്പോൾ തന്നെ. അത് ഒരിക്കലും താങ്ങാൻ കഴിയുന്ന അവസ്ഥയല്ല. അപ്പോൾ അത് ഒഴിവാക്കപ്പെടണമെന്നുള്ളതാണ് ഒന്ന്. അത് കുടുംബത്തിൽ ഓക്കെ ആണെങ്കിൽ പൊതുസമൂഹത്തിൽ നിന്നുണ്ടാകുന്ന കാര്യങ്ങളെ ഒരു പരിധിവരെ അവഗണിക്കാൻ ഭിന്നശേഷിക്കാർക്ക് കഴിയും. മുൻകാലങ്ങളിൽ ഭിന്നശേഷിക്കാരെ പ്രത്യേകിച്ച് പേരുകളൊക്കെ വിളിച്ച് അഭിസംബോധന ചെയ്യുന്ന അവസ്ഥയുണ്ടായിരുന്നു. ആ ഒരു അവസ്ഥയൊക്കെ ഇപ്പം മാറി മാറി വരികയാണ്. ഇപ്പം അങ്ങനെയുള്ള പരാതികൾ കേൾക്കാനില്ല. അപ്പോൾ ഒരു ബോധവൽക്കരണം തന്നെയാണ് ഈ ഒരു പുതിയ സമൂഹത്തെ രൂപപ്പെടുത്തുന്നതിന് ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ളത്. പൊതുസമൂഹത്തിൻ്റെ ഭിന്നശേഷിക്കാരോടുള്ള സമീപനത്തിലും മനോഭാവത്തിലും ആ മാറ്റം വരണം. അതിന് പുതുതലമുറയെ പ്രാപ്തമാക്കേണ്ട ആവശ്യമുണ്ട്. ഇപ്പോൾ അത് സിലബസിലൊക്കെ ഭിന്നശേഷിത്വം എന്നാൽ എന്താണ്, അതിൻ്റെ അവസ്ഥകളുടെ വ്യത്യാസങ്ങൾ, ഓരോ കുട്ടിയും അനുഭവിക്കുന്ന, അല്ലെങ്കിൽ 21 വിഭാഗം ഭിന്നശേഷിത്വമുണ്ട്. അപ്പോൾ ആ ഓരോരുത്തരും അനുഭവിക്കുന്ന അവസ്ഥകളുടെ പ്രത്യേകതകൾ പലതാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ അവർ അനുഭവിച്ചു പോകുന്ന ശാരീരികമായി പ്രയാസമുള്ള പലർക്കും അവരുടെ പെരുമാറ്റങ്ങളിൽ അത് പ്രകടമാകും. ചിലപ്പോഴെങ്കിലും പെട്ടെന്നൊരു ദേഷ്യം, പെട്ടെന്ന് സങ്കടം, അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു വൈകാരികമായിട്ട് അവരുടെ ഒരു പ്രതികരണങ്ങളിലൊക്കെ വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തി ഏതെങ്കിലും തരത്തിൽ പെട്ടെന്നൊരു വൈകാരികമായി പ്രതികരിച്ചാൽ അവരെ കൈകാര്യം ചെയ്യേണ്ട രീതി എന്താണ്, അവരോട് ആ സമയത്ത് എടുക്കേണ്ട ഒരു നിലപാട് എന്താണ് എന്നുള്ളത് അല്പം ഒന്ന് സമയം കൊടുത്താൽ മതി. ഒരു 5 മിനിറ്റ് അവരോട് തട്ടിക്കയറാതെയും എതിർത്ത് സംസാരിക്കാതെയും ഒക്കെ ഇരിക്കുമ്പോൾ തന്നെ ചിലപ്പോൾ അവരങ്ങ് കൂളായി പോവും. എന്നിട്ട് അയ്യോ ഞാൻ ചെയ്തത് തെറ്റ്,
ശരിയല്ലല്ലോ എന്ന് അവർക്ക് തന്നെ തോന്നും. പക്ഷേ അതിനുള്ള ഒരു അവസരം ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. അതായത് ഭിന്നശേഷിക്കാർക്ക് ഒരു അതുപോലെ തന്നെ നമ്മുടെ മനുഷ്യരെ പോലെ കാണാൻ, സാധാരണ മനുഷ്യരെ പോലെ അവരെ കാണാനും അവരെ ഉൾക്കൊള്ളാനും അവരെ ഇപ്പോഴങ്ങനെയൊക്കെയാണ് പല സ്കൂളുകളിലും ഭിന്നശേഷിക്കാരായ കുഞ്ഞുങ്ങളെ സഹപാഠികൾ കരുതുന്ന, അവരെ സഹായിക്കുന്ന ഒരുപാട് നല്ല മാതൃകകൾ നമ്മുടെ സോഷ്യൽ മീഡിയകൾ വഴി കണ്ടിട്ടുണ്ട്. വീൽ ചെയറിലിരിക്കുന്ന കുട്ടിയെ പ്രാഥമിക ആവശ്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് കൊണ്ടുപോയി സഹായിക്കുന്ന സഹപാഠികളുണ്ട്. അവരുടെ എല്ലാ കാര്യങ്ങളിലും കൂടെ നിന്ന് ഒരു മാറ്റി നിർത്തലും ഇന്നില്ല. ആ ഒരു രീതിയിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ മാറ്റി നിർത്തുന്നില്ലെങ്കിലും ചില കുട്ടികൾക്കുള്ളിൽ നമ്മൾക്ക് എന്തോ ഒരു കുറവുണ്ടല്ലോ, ഒരു പരിമിതി ഉണ്ടല്ലോ എന്നുള്ളൊരു തോന്നൽ ഒരു കുറച്ചു പേർക്കെങ്കിലും ഞങ്ങൾക്ക് എന്തോ ഒരു അങ്ങനെ ഒരു അനുഭവം ജയിക്കുണ്ടെന്ന് പറഞ്ഞല്ലോ. അല്ല, അങ്ങനെ ഒരനുഭവമല്ല. കുഞ്ഞുനാളില് നമ്മളിപ്പോൾ സ്കൂളിൽ എല്ലാ കുട്ടികളും ഓടിക്കളിക്കുന്നു, എല്ലാവരും അവർ കൂട്ടുകൂടി കൈകോർത്ത് പിടിച്ച് നടക്കുന്നു, അവർ ഒരുമിച്ച് പിന്നെ ഇങ്ങനെ ചെന്ന് ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പോൾ അവർക്കൊപ്പം നിൽക്കാൻ നമുക്ക് പലപ്പോഴും പറ്റാറില്ലല്ലോ. ആ ഒരു സാഹചര്യത്തിലൊക്കെ ഒരു കോംപ്ലക്സ് നമ്മുടെ ഉള്ളിൽ, അയ്യോ നമ്മൾ കുറഞ്ഞു പോയ ആളുകളാണോ എന്നൊക്കെയുള്ള ഒരു പ്രശ്നം നമ്മളിലൊക്കെ ആ ഒരു പ്രായത്തിൻ്റെ പ്രത്യേകതകൾ കൊണ്ടുണ്ടായിട്ടുള്ളതാണ്. പക്ഷേ അധികകാലം എന്നെ ആ ഒരു രീതിയിൽ വളർത്താൻ അച്ഛൻ ശ്രമിച്ചില്ല. അതിൻ്റെ ഒരു പ്രതിഫലനമാണ് ഇന്നത്തെ ഞാൻ ആയിട്ട് മാറിയത്. അതിന് ജയിലിലെ മൂത്ത മോള് ഞാനാണ്. കുടുംബത്തിലെ മൂത്ത മോള്. 1.5 വയസ്സിലാണ് പോളിയോ വന്നത്. നിലത്തെഴഞ്ഞാണ് 5 വയസ്സ് വരെ നടന്നതെന്ന് പറയാൻ പറ്റില്ലല്ലോ. നിലത്തെഴഞ്ഞാണ് നീങ്ങിയത്. അപ്പോൾ നിലത്തെഴിഞ്ഞ് നീങ്ങുക എന്ന് പറഞ്ഞാൽ നിലത്ത് വെച്ചിട്ടില്ല. അച്ഛനും അമ്മയും അവരുടെ ഒക്കത്തൊക്കെ തന്നെ ആയിരുന്നു പലപ്പോഴും. എന്നാലും അങ്ങനെ ഒന്ന് മൂവ് ചെയ്യുന്നത് ആ രീതിയിലായിരുന്നു. അപ്പോൾ അച്ഛൻ്റെ അകന്ന ബന്ധത്തിലുള്ള ഒരാൾ വന്നിട്ട് പോളിയോ ഹോം എന്ന് പറഞ്ഞൊരു സ്ഥാപനമുണ്ട് തിരുവനന്തപുരത്ത്. ചർച്ചിൻ്റെ കീഴിലുള്ള ഒരു സ്ഥാപനമാണ്. അവിടെ ഇങ്ങനെ ഭിന്നശേഷി എന്നല്ല, അന്ന് ഇതുപോലെ കാലുവയ്യാത്ത കുട്ടികളെയൊക്കെ നിർത്തി പഠിപ്പിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഇവളെ അവിടെ ആക്കിയാൽ നന്നായിരിക്കും എന്നുള്ള ഒരു അഭിപ്രായം വന്നു. അപ്പോൾ അച്ഛൻ എൻ്റെ വിദ്യാഭ്യാസത്തെക്കുറിച്ചേ ചിന്തിച്ചുള്ളൂ. എന്നെ അങ്ങോട്ടേക്ക് മാറ്റാൻ തീരുമാനിച്ചു. 5 വയസ്സ് മുതൽ 6 വയസ്സ് വരെ പോളിയോ ഹോമിലെ സ്റ്റുഡൻ്റ് ആയിരുന്നു ഞാൻ. അതൊക്കെ ഒരു വലിയ കഥ, ഒരുപാട് പറയേണ്ടി വരും. അപ്പോൾ ആ കുട്ടികളുടെ ഇടയിൽ ഞങ്ങളെല്ലാവരും ഭിന്നശേഷിയുള്ള കുട്ടികളാണല്ലോ. അവിടെ പിന്നെ വേറെ പ്രശ്നങ്ങളില്ല. അപ്പോൾ 5 വയസ്സ് വരെ നമ്മൾ വേറെ പുറംലോകത്തൊന്നും യാത്ര ചെയ്ത് പഠിക്കേണ്ട സാഹചര്യം വന്നിട്ടില്ല. അവരുടെ ഇടയിലുണ്ടായിരുന്ന ഒരു സ്വാതന്ത്ര്യമല്ല മറ്റൊരു പൊതുവിദ്യാലയത്തിലേക്ക് മാറ്റപ്പെടുമ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയത്. പോളിയോ ഹോമിൽ ഒരു മുറിയിൽ നിന്ന് മറ്റൊരു റൂമിലോട്ട് ചെന്ന് ക്ലാസ്, താമസം എല്ലാം ഒരു കെട്ടിടത്തിലാണ്. എല്ലാവരും നമ്മളെപ്പോലെയുള്ളവരാണ്. ചിലർ നിലത്തെഴിഞ്ഞ് നടക്കുന്നു, ചിലർ മറ്റുള്ള ആളുകളുടെ സഹായത്തോടെ നടക്കുന്നു, ചിലരെ എടുത്തു കൊണ്ടുവന്നിരുത്തേണ്ടി വരുന്നു, ചിലർക്ക് വീൽ ചെയറുകളുണ്ട്. അപ്പോൾ എല്ലാവരും പരിമിതിയുള്ള ആളുകൾ, കുട്ടികൾ. ആ ഒരു ലോകത്തിൽ നിന്നാണ് 6ാമത്തെ വയസ്സിലേക്ക് ഒരു പൊതുവിദ്യാലയത്തിലേക്ക് മാറുന്നത്. അങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ ഈഗോ വർക്ക് ചെയ്യാൻ തുടങ്ങിയത്. അയ്യോ ഈഗോ എന്നല്ലല്ലോ, അതിനെന്താ പറയുക, ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്. അയ്യോ നമ്മൾ അവരെ പോലെയല്ല, ഇവരെ പോലെയല്ല, അങ്ങനെയല്ല, ഇങ്ങനെയല്ല, എനിക്കതിന് കഴിയുന്നില്ല, എനിക്കിങ്ങനെ പറ്റുന്നില്ല എന്നുള്ള ആ ഒരു പ്രയാസം അനുഭവപ്പെടാൻ തുടങ്ങിയത് ആ സമയത്താണ്. അപ്പോൾ അച്ഛന് തോന്നി ഇങ്ങനെ പോയാൽ പറ്റില്ല. അപ്പോൾ പൊതുസമൂഹത്തിൻ്റെ ഒരു മുഖ്യധാരയിലേക്ക് എത്തിപ്പെടാൻ അർഹതയുള്ളവരാണ് ഭിന്നശേഷിത്വമുള്ളവരും, ഇങ്ങനെ എൻ്റെ മോളും എന്നാണ് അച്ഛൻ ചിന്തിച്ചത്. അതിനെന്താ വഴിയെന്ന് ആലോചിച്ചിട്ടാണ് എന്നെ പൊതുപ്രവർത്തന രംഗത്തേക്ക് കൊണ്ടുവന്നത്. അത് അച്ഛൻ പിന്നീട് പലരോടും പറഞ്ഞു കേട്ടിട്ടുള്ള അറിവാണ്. ഞാൻ പഴയ ഒരു ഫോട്ടോ എവിടെയോ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ മൈക്കിന്റെ മുന്നിൽ നിൽക്കുന്ന ഈ ഊന്നുവടിയും പിടിച്ച് നിൽക്കുന്ന ജയ, പ്രസംഗിക്കുന്ന ജയ പറഞ്ഞു, ജയ്ക്ക് ആകെ ഒരു പ്രശ്നമുണ്ട്, വിഷമമുണ്ട്. അതായത് ഈ സാധാരണ കുട്ടികളുടെ ഇടയിലേക്ക് വരുമ്പോൾ ഞാൻ അങ്ങനെയല്ല എന്നൊരു തോന്നലുണ്ട്. അപ്പോൾ ഈ ഒരു വേദിയിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു വേദിയിലേക്ക് വന്ന അതെങ്ങനെയാണ് വന്നത്? അതായത് ജയന്റെ ഉള്ളിൽ ഈ ഒരു പ്രാസംഗികയുണ്ട്, അല്ലെങ്കിൽ പറ്റും, വേദിയിൽ നിൽക്കാം, അല്ലെങ്കിൽ സംസാരിക്കാം എന്നുള്ളൊരു തോന്നൽ, അല്ലെങ്കിൽ ആ ഒരു ധൈര്യം എങ്ങനെയുണ്ടായി? അച്ഛനൊരു പാർട്ടി പ്രവർത്തകനായിരുന്നു. കോൺഗ്രസ് പാർട്ടിയിലെ സേവാദൾ എന്നൊക്കെ പറയുന്ന ആ ഒരു സംവിധാനത്തിൻ്റെയൊക്കെ ഭാഗമായിട്ട് പ്രവർത്തിച്ചിരുന്ന ഒരാളാണ്. അപ്പോൾ 1984 ഇന്ദിരാഗാന്ധിയുടെ മരണത്തിന് ശേഷം നടക്കുന്ന പൊതു തിരഞ്ഞെടുപ്പ്. അപ്പോൾ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിട്ടുള്ള അനൗൺസ്മെൻറ്റുകൾ എനിക്ക് പറഞ്ഞു തന്നിട്ട് അത് പറയിപ്പിച്ചാണ് എന്നെ ആദ്യമായിട്ട് കൊണ്ടുവരുന്നത്. മൈക്ക് കയ്യിൽ കിട്ടുന്നത് എപ്പോഴാണ്? 6 വയസ്സുള്ളപ്പോൾ. ആ സമയം മുതൽ പിന്നെ അങ്ങോട്ട് എല്ലാ പാർട്ടി പരിപാടികളുടെയും ഭാഗമായിട്ട് എന്നെ കൊണ്ട് നടന്നു.
ആ ഒരു അവസ്ഥയിലേക്ക് ഇങ്ങനെ വന്നപ്പോൾ പൊതുസമൂഹവുമായിട്ടൊക്കെയുള്ള ഒരു ഇടപെടലിനുള്ള ഒരു അവസരം കിട്ടിയപ്പോൾ അവരിലൊരാളാണ് ഞാനും എന്നൊരു തോന്നൽ എന്നൊരു ഒരു ഇതേക്ക് വന്നു. കാരണം അവിടെ കൂടുന്ന ആളുകളുടെ ഇടയിൽ നമ്മൾ ബാക്കിലല്ല, മുന്നിലാണ്. അതെ എല്ലാവരും അംഗീകരിക്കുന്ന, അഭിനന്ദിക്കുന്ന, അനുമോദിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് നമ്മൾ സമൂഹത്തിൽ നിൽക്കുന്നത്. അപ്പോൾ നമ്മളിലൊരു കുറവുണ്ടെന്നുള്ള ഒരു തോന്നലുകളൊക്കെ അങ്ങ് മാറി മാറി വന്നു. ആ ഒരു മാറ്റമാണ് അച്ഛൻ ആഗ്രഹിച്ചത്. ആ ഒരു ലെവലിലേക്ക് നമ്മൾ മാറി വന്നപ്പോൾ നമ്മുടെ കാഴ്ചപ്പാടിലും സമീപനത്തിലും മനോഭാവത്തിലും ഒക്കെ മാറ്റം വന്നു. അത് തുടർന്നുള്ള എൻ്റെ ജീവിതത്തിൻ്റെ വളർച്ചയ്ക്ക് എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ആ ഒരു പൊതുപ്രവർത്തന ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത്. കോളേജിലൊക്കെ പോകുമ്പോൾ ആ ഒരു ലെവലിലായി കാഴ്ചപ്പാട്. ഗേൾസി സ്കൂളിലാണ് പഠിച്ചത്. പിന്നെ വിമൻസ് കോളേജിലാണ് പ്രീ ഡിഗ്രി, മഹാരാജാസ് കോളേജ് ഫോർ വിമൻ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വഴുതക്കാട് തിരുവനന്തപുരത്ത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ചെറിയൊരു ആശങ്ക തോന്നി തുടങ്ങിയത് മിക്സഡ് കോളേജിൽ പഠിച്ചപ്പോഴാണ്. കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിലായിരുന്നു. അവിടെയും തുടക്കത്തിൽ എനിക്ക് തോന്നി, അയ്യോ ഞാനിവിടെ മാറ്റി നിർത്തപ്പെടുമോ? പക്ഷേ അല്ല, അവരിലൊരാളായിരുന്നു എല്ലാ രംഗത്തും. എപ്പോഴും സഹപാഠികളിൽ അവരിലൊരാളായിട്ട് മാത്രമേ എന്നെ കണ്ടുള്ളൂ. എന്നെ ഒരു കാലുവയ്യാത്ത ജയഡാളി എന്നുള്ള രീതിയിലല്ല, ജയഡാളി എന്നുള്ള രീതിയിൽ മാത്രം കണ്ടു. അത് എന്നെ ഒരുപാട് മോട്ടിവേറ്റ് ചെയ്ത ഒരു സംഭവമാണ്. അപ്പോൾ എനിക്കിത് ഞാനിപ്പോൾ എൻ്റെ വ്യക്തി ജീവിതം പറഞ്ഞത് പല ഭിന്നശേഷിക്കാരായ വ്യക്തികളുടെ ഉള്ളിൽ, ഇപ്പോൾ സമൂഹം അവരെ വേറൊരു രീതിയിൽ കണ്ടില്ലെങ്കിൽ പോലും അവരുടെ ഉള്ളിൽ നമ്മളെന്തോ കുറഞ്ഞു പോയവരാണോ എന്ന് ചിന്തിച്ച് മാറി നിൽക്കുന്ന ആളുകളും ഉണ്ട്. അപ്പോൾ ആ ഒരു അവസ്ഥയിലേക്ക് അവർക്കും ഒരു അവയർനെസ് ആവശ്യമാണ്. അതെ, സമൂഹത്തിന് മാത്രമല്ല, ഈ ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ ഇടയിലും ഒരു അവയർനെസ് വേണം. നമ്മൾ സമൂഹത്തിൽ ആരെക്കാളും പിന്നിലല്ല, നമ്മളും തുല്യാവകാശങ്ങളും അവസരങ്ങളും ലഭ്യമാകേണ്ട മനുഷ്യരിലൊരാളാണ് എന്നുള്ള ഒരു അവകാശബോധത്തിലേക്ക് അവർ വരണം. ഒരു ഔദാര്യം കൈപ്പറ്റുന്നവരെന്നുള്ള നിലയിലോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും സഹാനുഭൂതിയിൽ ജീവിക്കേണ്ടി വരുന്നവരെന്നുള്ള ഒരു മനോഭാവത്തിൽ നിന്ന് അവരെ മാറ്റിയെടുക്കണം. അതായത് ഇപ്പൊ ജയ്ക്ക് അച്ഛനുണ്ടായിരുന്നു പിന്നിൽ നിൽക്കാൻ, അച്ഛന് കൊണ്ടു നടന്നു, അല്ലെങ്കിൽ അച്ഛനൊരു പൊതുപ്രവർത്തകനായതുകൊണ്ട് ഓക്കെ അത് സാധ്യമായി. അപ്പോൾ എല്ലാ കുട്ടികൾക്കും അത് സാധ്യമാണെന്നില്ലല്ലോ. ഇല്ല. അപ്പോൾ അതിന് സമൂഹവും സർക്കാരും മുൻകൈ എടുക്കണം. കലാലയ രാഷ്ട്രീയ പ്രവർത്തനം ഉണ്ടായിരുന്നു. വിദ്യാർത്ഥി യുവജന സംഘടനകളുടെയൊക്കെ നേതൃനിരയിൽ പ്രവർത്തിക്കാൻ അവസരം ലഭിച്ചിരുന്നു. യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലറായിരുന്നു. ഗവൺമെൻറ് ലോ കോളേജിൽ പഠിക്കുമ്പോൾ വൈസ് ചെയർപേഴ്സൺ ആയിരുന്നു. ആ രീതിയിൽ സജീവമായിരുന്നു വിദ്യാഭ്യാസ കാലം. അങ്ങനെ കോൺഗ്രസിൻ്റെ ഒരു പാതയിൽ നിന്ന് അത് നേരത്തെ പറഞ്ഞില്ലേ, ഭിന്നശേഷിത്വത്തിൻ്റെ പേരിൽ മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത്. ഞാൻ അപ്പോൾ പറഞ്ഞല്ലോ, മാറ്റി നിർത്തപ്പെടേണ്ടി വന്നിട്ടുണ്ട്. അതാ അവസരത്തിലായിരുന്നു. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് വേണ്ടി രാപ്പകല് സജീവമായിട്ട് പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ്. പക്ഷേ സ്ഥാനാർത്ഥിത്വം പോലെയുള്ള നിർണായകമായ സമയങ്ങൾ വന്നപ്പോൾ ഭിന്നശേഷിത്വത്തിൻ്റെ പേരിൽ എനിക്ക് അവഗണന അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ഓടി നടന്ന കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാനുള്ള ഒരു കഴിവുള്ള ഒരാളിനെ സ്ഥാനാർത്ഥിയാക്കിയാലേ വിജയ സാധ്യതയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ മറ്റേതെങ്കിലും ഒരു റീസൺ ആണെങ്കിൽ പ്രശ്നമില്ല. വിഷയം ഇതിലേക്ക് വന്നപ്പോൾ അതെന്നെ വല്ലാതെ വേദനിപ്പിച്ച ഒരു വിഷയമാണ്. അപ്പോൾ മറ്റൊരു പ്രസ്ഥാനത്തിലേക്ക് കടക്കുന്നു. ആ സമയത്ത് വഴിത്തിരിവുണ്ടാവുന്നു രാഷ്ട്രീയ പ്രവർത്തനത്തിന്. രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഒരു വഴിത്തിരിവെന്ന് പറയുന്നത് ആ ഒരു ഘട്ടമാണ്. ഒരു സജീവ പ്രവർത്തകയായിട്ട് സംസ്ഥാനത്തുടനീളം എല്ലാ പരിപാടികളിലും പങ്കെടുത്ത് നടന്ന ഒരു വ്യക്തി ഇന്ന കാരണം കൊണ്ട് ഇന്ന സാഹചര്യത്തിൽ അല്ലെങ്കിൽ ജയമാറി നിൽക്ക്, പിന്നെ ഒരു അവസരം നൽകാം, ഇപ്പോൾ നമുക്ക് പരിഗണിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ഓക്കെയാണ്. പക്ഷേ അതിന് കാരണം പറഞ്ഞത് എന്നെ ഉൾക്കൊള്ളാൻ കഴിയാതെ വന്നപ്പോഴാണ് ഞാൻ തുടർന്ന് വന്ന ഒരു പ്രസ്ഥാനം എവിടെ നിൽക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കുന്നതിന് എനിക്ക് ഒരു പ്രേരണ ആയത്. അതിൻ്റെ ഒരു മൂല്യച്യുതി, അതിൻ്റെ ഒരു അപജയം, അത് ശരിയല്ലല്ലോ, ആ രീതിയിലുള്ളൊരു പരാമർശം പറ്റില്ലല്ലോ എന്ന് ചിന്തിക്കുകയും അതെനിക്കൊരു ഷോക്കായി. ആ സമയത്ത് ഞാൻ ആ പ്രസ്ഥാനത്തിൽ നിന്ന് പ്രവർത്തനങ്ങളെല്ലാം കൂടെ അവസാനിപ്പിക്കാൻ ഒരു തീരുമാനം എടുത്തു. വാർത്താ സമ്മേളനത്തിൽ അത് പറയുകയും ഇടതുപക്ഷം എന്നെ അവരുടെ സ്ഥാനാർത്ഥിയായിട്ട്, സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിക്കുകയായിരുന്നു. സംസാരിച്ചു.
അവർ അതിനുള്ള ഒരു അവസരം തന്നു. അപ്പോൾ ആ രീതിയിൽ അവഗണിക്കപ്പെട്ട ഒരാളിനെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞ ഒരു പ്രസ്ഥാനത്തെയാണ് ഞാൻ അന്ന് വരെ വിമർശിച്ചിരുന്നത് എന്നുള്ളത് എന്നിലൊരു കുറ്റബോധം ഉണ്ടാക്കി. പിന്നെ തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു. പക്ഷേ എനിക്ക് ആ ഒരു സമയത്ത് ഞാൻ അനുഭവിച്ച ഒരു വ്യത്യാസമുണ്ടല്ലോ, രണ്ട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ നിന്നും അവരുടെ പ്രവർത്തന ശൈലിയിൽ നിന്നും അവരുടെ സമീപനങ്ങളിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു അവസ്ഥ, അത് ഇടതുപക്ഷത്ത് തുടരാൻ എന്നെ പ്രേരിപ്പിച്ചു. ഇന്ന് ഇടതുപക്ഷത്തിൻ്റെ അംഗമാണ്, പാർട്ടി അംഗമാണ്. മറ്റെന്തെങ്കിലും ഭാരവാഹിത്വം വഹിക്കുന്നുണ്ടോ? പാർട്ടിയിൽ ബ്രാഞ്ച് കമ്മിറ്റിയിൽ ആണ്. പിന്നെ മകള അസോസിയേഷൻ്റെ പ്രവർത്തകയാണ്, ഭാരവാഹിയാണ്. അതിന് ശേഷം ഇപ്പോൾ DAWF എന്ന് പറയുന്ന നമ്മുടെ ഭിന്നശേഷി മേഖലയിലെ ഒരു സംഘടനയാണ്, അതിൻ്റെ സ്റ്റേറ്റ് വൈസ് പ്രസിഡൻ്റാണ്. പാർട്ടിയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് തന്നെയല്ലേ മത്സരിച്ചത്? LDFൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിരുന്നു. അതിൽ ജയിക്ക് വിജയം നേടാൻ പറ്റാത്തത് അന്നത്തെ 18-20 ദിവസത്തിൻ്റെ ഒരു സമയപരിധിയാണ് തിരഞ്ഞെടുപ്പിന്. എനിക്ക് പിന്നെ മണ്ഡലത്തിലൊന്ന് ചുറ്റി നടക്കാൻ പോലും സമയം കിട്ടില്ല. ചെറിയ സമയപരിധിയിൽ ആണ് വലതുപക്ഷത്തിൽ നിന്ന് പെട്ടെന്ന് ഇടതുപക്ഷത്തേക്ക് എത്തുന്നു. ഇടതുപക്ഷത്തിന് പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയെ പോലും മാറ്റിയിട്ടാണ് നമ്മളെ അവിടെ മത്സരിപ്പിക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ ഒരു അത് ചിലപ്പോൾ അതായിരിക്കുമോ ചിലപ്പോൾ പരാജയത്തിൻ്റെ പിന്നിലുണ്ടായത്. കാരണം ഉണ്ടായിരുന്ന സ്ഥാനാർത്ഥിയെ മാറ്റി ജയിക്കൊരു അവസരം തരുന്നു, ഒരു പുതുമുഖത്തിന് അവസരം തരുമ്പോൾ പാർട്ടി തന്നെ അതിനൊരു ഇതുണ്ടാവില്ലേ? അങ്ങനെ ചിന്തിക്കുന്നില്ല. നമുക്ക് ഞാൻ പ്രവർത്തിച്ചു വന്ന മണ്ഡലം നെയ്യാറ്റിൻകര നിയോജക മണ്ഡലമാണ്, എൻ്റെ സ്വന്തം മണ്ഡലം. കാട്ടാക്കടയിലാണ് മത്സരിച്ചത്. അപ്പോൾ നമുക്കുണ്ടായിരുന്ന ഒരു സമയപരിമിതി ഉണ്ട്. പിന്നെ ഒരു രാഷ്ട്രീയ അന്തരീക്ഷം അന്ന് UDFന് അനുകൂലമായിരുന്നു. ഒരു പക്ഷേ UDFൻ്റെ സ്ഥാനാർത്ഥിയായിരുന്നെങ്കിൽ ചിലപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. ഈ പറഞ്ഞ പോലെ ലോ കോളേജിൽ വൈസ് ചെയർപേഴ്സൺ ആയിരുന്നു. അപ്പോൾ നിയമം പഠിച്ചിട്ട് പ്രാക്ടീസ് ചെയ്യുകയോ മറ്റോ ചെയ്തിരുന്നോ? കുറച്ച് നാളത്തെ പ്രാക്ടീസേ ഉള്ളൂ. ആദ്യത്തെ മോൻ ആയി, പിന്നെ അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഇലക്ഷൻ്റെ ആ ഒരു ഇതൊക്കെ മാറി കുറച്ച് നാൾ പ്രാക്ടീസിനൊക്കെ പോയി. അത് കഴിഞ്ഞപ്പോൾ രണ്ടാമത്തെ മോനായി. അവനൊരു 2 വയസ്സാകുന്നതിന് മുമ്പ് തന്നെ ഞാൻ നെയ്യാറ്റിൻകര നഗരസഭയുടെ കൗൺസിലറായിട്ട് മാമ്പഴക്കര വാർഡിൽ നിന്ന് വിജയിച്ചു. 5 വർഷം അവിടെ കൗൺസിൽ അംഗമായിരുന്നു. അതിനുശേഷം 1 വർഷം മുളയർ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൻ്റെ മാനേജറായിട്ടിരുന്നു. ആ ഒരു പീരീഡിലാണ് ക്ഷേമ കോർപ്പറേഷൻ്റെ ചെയർപേഴ്സണായിട്ട് ഇങ്ങനെ തീരുമാനം വന്നത്. അത് പാർട്ടിയുടെ അംഗീകാരവും നൽകിയ ഒരു അവസരമാണ്, പാർട്ടി നൽകിയ ഒരു അവസരമാണ്. കൗൺസിലർ സ്ഥാനത്തേക്ക് മത്സരിച്ചതും ഇടതുപക്ഷത്തു നിന്നല്ലേ? ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടാണ്. ഏത് സംഘടനയിലും അവർക്ക് താല്പര്യമുള്ള ആൾക്കാരെ സംരക്ഷിക്കുകയും അവർക്ക് താല്പര്യമുള്ള ആൾക്കാർക്ക് സ്ഥാനമാനങ്ങൾ നൽകുകയും അങ്ങനെയാണ്. അപ്പോൾ ജെയോട് പ്രത്യേകം എന്തെങ്കിലും പരിഗണന ഉണ്ട് എന്ന് ജെയ്ക്ക് തോന്നുന്നുണ്ടോ? ഇങ്ങനെ ഒരു കോർപ്പറേഷൻ ചെയർമാൻ സ്ഥാനമൊക്കെ തരുന്നു. അല്ല, അത് പ്രസ്ഥാനത്തിലേക്ക് ചെന്ന ഒരു വ്യക്തിയാണ്. അവർ നിയമസഭയിൽ എന്നെ മത്സരിപ്പിച്ചു, വിജയിക്കാൻ കഴിഞ്ഞില്ല. പിന്നെ നമ്മുടെ നെയ്യാറ്റിൻകര നഗരസഭയിലെ കൗൺസിലറായിട്ട് പ്രവർത്തിച്ചു. അപ്പോൾ ഭിന്നശേഷി മേഖലയിലെ ഒരു വ്യക്തിയാകണം ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷൻ്റെ തലപ്പത്തെന്നുള്ളത് സർക്കാരിൻ്റെ നിലപാടായിരുന്നു. ആ ഒരു അവസരം വന്നപ്പോൾ ഭിന്നശേഷിക്കാരിയായ ഒരാൾ എന്നുള്ള നിലയിലുള്ള ഒരു പരിഗണന പാർട്ടി എനിക്ക് തന്നു. അതിനർഹയാണെന്ന് തോന്നിയത് അത് ആയിരിക്കാം. ഇപ്പോൾ അങ്ങനെ പറഞ്ഞു വരുമ്പോൾ ഇപ്പം നമ്മൾ ഏതാണ്ട് ആദ്യം പറഞ്ഞ പോലെ 4 കൊല്ലം കഴിഞ്ഞു, 5ാമത്തെ കൊല്ലത്തിലേക്ക് കിടക്കണം. അപ്പം 5 കൊല്ലമാണോ കാലാവധി? പീരീഡ് 5 വർഷമാണ്. ഇനി ഒരു വർഷം കൂടെ ഉണ്ട് മുന്നിൽ. അപ്പോൾ ഇനി ഇതുവരെ നമ്മളുടെ ഈ പ്രവർത്തനങ്ങളിൽ ഈ ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു ക്ഷേമ പദ്ധതി അവരുടെ അരികിലേക്ക് എത്തിയിട്ട് അവർക്ക് അതുകൊണ്ട് വലിയ നേട്ടമുണ്ടായി ജയെ കാണാൻ വരികയോ അല്ലെങ്കിൽ അതിലെന്തെങ്കിലും നന്ദി അറിയിക്കാൻ വരികയോ അങ്ങനത്തെ എന്തെങ്കിലും ഭയങ്കര മോമെൻറ്റ്സ് നമ്മൾ പറയില്ലേ, ഭയങ്കര സന്തോഷം തോന്നുന്ന? വിദേശ പഠനത്തിന് ആഗ്രഹിച്ചിട്ട് അതിന് പിന്നെ അവസരമില്ലാതിരുന്ന, സാമ്പത്തികം കണ്ടെത്തുന്നതിന് അവസരമില്ലാതിരുന്ന ഒരു കുട്ടിയുണ്ട്. അപ്പോൾ ആ കുട്ടിയുടെ അമ്മ പിന്നെ ക്ഷേമ കോർപ്പറേഷന് വായ്പയ്ക്ക് വേണ്ടി അപേക്ഷിച്ചിരുന്നു. അവർക്ക് പിന്നെ വിദേശത്തേക്ക് പോകുന്നതിനുള്ള പാസ്പോർട്ട് അങ്ങനെ എന്തൊക്കെ സംഭവങ്ങളൊക്കെ വേണമല്ലോ. അതിൻ്റെയൊക്കെ ഒരു സമയപരിധിക്കുള്ളിൽ ഈ ലോൺ പാസ്സായെങ്കിൽ മാത്രമേ അവിടെ അഡ്മിഷൻ എടുക്കാൻ കഴിയുള്ളൂ എന്നുള്ള നില വന്നു. ആ സമയത്ത് പ്രത്യേകമായിട്ട് തന്നെ അതിനൊരു പരിഗണന കൊടുത്തുകൊണ്ട് സാധ്യതകളും സാഹചര്യങ്ങളും ഒക്കെ വീണ്ടും നീണ്ടു പോകുമായിരുന്നു ഇവർക്ക് ലോൺ പാസ്സാക്കി കിട്ടുന്നതിന്.
പക്ഷേ അതിനെ പരമാവധി പരിഗണിച്ചുകൊണ്ട്, പ്രത്യേകമായിട്ട് ഈ ഒരു കേസിനെ പരിഗണിച്ചുകൊണ്ട് അവർക്കത് ചെയ്തു കൊടുക്കാനും മോന് വിദേശത്ത് പോയി പഠിക്കാനും അവസരം കിട്ടി. അപ്പോൾ ആ സ്ത്രീ ഇടയ്ക്കൊക്കെ എനിക്ക് മെസ്സേജ് ഇടും, മാഡം മോൻ സുഖമായിരിക്കുന്നു, നന്നായി പഠിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു സ്നേഹവും സന്തോഷവും അവർ അറിയിക്കാറുണ്ട്. പിന്നെ ക്ഷേമ കോർപ്പറേഷനിൽ 2017 മുതൽ മുച്ചക്ര വാഹനത്തിന് അപേക്ഷിച്ചിട്ട് കാത്തിരുന്ന ആളുകളുണ്ട്. അപ്പോൾ ഞാൻ ചെയർപേഴ്സണായി വന്ന സമയത്ത് പലരും ഈ ഒരു ആവശ്യം പറഞ്ഞിട്ടാണ് ആവർത്തിച്ച് നമ്മളെ സമീപിക്കുന്ന ഒരവസ്ഥ വന്നത്. എത്രയും പെട്ടെന്ന് ചെയ്തു കൊടുക്കണമെന്ന് ആഗ്രഹിക്കുമ്പോഴും നമുക്കതിനുള്ള ഫണ്ടിൻ്റെ ലഭ്യത കുറവുണ്ടായിരുന്നു. ഈ അപേക്ഷകൾ നടപ്പിലാക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം വന്നു. അപ്പോൾ ഇത് സർക്കാരിൻ്റെ ശ്രദ്ധയിലേക്ക് കൊടുത്തു. പക്ഷേ ഈ ടെൻഡർ നടപടികളിലേക്ക് വരുന്ന അതിൻ്റെ നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയായി വരുമ്പോഴത്തേക്കും നമുക്ക് ഒന്നുകിൽ ഫണ്ട് ലാപ്സാകും, അല്ലെങ്കിൽ നമുക്ക് ഫണ്ട് ലഭ്യമല്ലാതെ വരും. അങ്ങനെയൊക്കെ 1-2 വർഷങ്ങൾ പോയി. അപ്പം നമുക്ക് സാധാരണ ഒരു ബഡ്ജറ്റിൽ വകയിരുത്തുന്ന എമൗണ്ട് ഉണ്ട്. ആ എമൗണ്ടിനുള്ളിൽ നിന്നുള്ള കാര്യങ്ങളാണ് സാധാരണ നിലയിൽ ചെയ്തു വരുന്നത്. അപ്പോൾ അതിന് അധികമായി വരുന്ന ഒരു വലിയ എമൗണ്ട് സർക്കാരിനോട് പറയുമ്പോൾ കിട്ടില്ലേ, ഒരു പ്രതീക്ഷയില്ലാതെയാണ് പോകുന്നത്. പക്ഷേ ആദരണീയനായ മുഖ്യമന്ത്രി, അത് ഹൃദയം കൊണ്ട് തന്നെ ഞാൻ പറയുന്നൊരു ബഹുമാനത്തോടു കൂടി പറയുന്ന ഒരു കാര്യമാണ്, അദ്ദേഹം ഈ ഒരു വിഷയം ശ്രദ്ധയിൽപ്പെട്ട സമയത്ത് തന്നെ അതിന് പൂർണ്ണമായും അനുകൂലമായ ഒരു നിലപാട് സ്വീകരിച്ചു. ആവശ്യപ്പെട്ട അത്രയും തുക അനുവദിച്ചു. അപ്പോൾ എൻ്റെ മുന്നിലുള്ള ഒരു വലിയ സന്തോഷവും സമാധാനവും എന്ന് പറയുന്നത് ഈ മുഴുവൻ ഭിന്നശേഷിക്കാർക്കും, അപേക്ഷിച്ച അർഹരായ മുഴുവൻ ചലനപരിമിതരായിട്ടുള്ള ഭിന്നശേഷിക്കാർക്കും ഇലക്ട്രോണിക് നമ്മുടെ സൈഡ് വീൽ ഘടിപ്പിച്ച സ്കൂട്ടർ കൊടുക്കാനായിട്ട് കഴിയും. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. കാരണം ഞാൻ ചലനപരിമിതിയുള്ള ഒരു വ്യക്തിയാണ്. സാധാരണ ബസ്സിലും ട്രക്കറിലും ഒക്കെ കയറി ഇറങ്ങിയാണ് വിദ്യാഭ്യാസ കാലത്തൊക്കെ പഠനം നടത്തിയത്. എനിക്ക് 4 വീലർ വാഹനം വീട്ടിലില്ല. വിവാഹം കഴിഞ്ഞതിന് ശേഷം ഹസ്ബൻഡിൻ്റെ ബൈക്കാണ് ഞങ്ങളുടെ യാത്രയുടെ ഒരു മാർഗം. അതിനുശേഷം എനിക്കൊരു മുച്ചക്ര വാഹനം എന്നുള്ളത് കിട്ടിയപ്പോൾ ഞാൻ അനുഭവിച്ചൊരു സ്വാതന്ത്ര്യം, സന്തോഷം, എനിക്ക് ലഭ്യമായ ഒരു ഒരു പക്ഷിക്ക് ചിറക് കിട്ടി, ചിറകില്ലാത്ത ചിറകൊടിഞ്ഞു പോയ ഒരു പക്ഷിക്ക് ചിറക് പുനഃസ്ഥാപിച്ച് കിട്ടിയതുപോലുള്ള ഒരു സ്വാതന്ത്ര്യം ഞാൻ അനുഭവിച്ചു. അപ്പോൾ എൻ്റെ മുന്നിൽ വരുന്നവരും ആ ആവശ്യമാണല്ലോ പറയുന്നത്. അപ്പോൾ അത് സാക്ഷാത്കരിക്കുമ്പം അവർക്കുണ്ടാകുന്ന ഒരു സാധ്യത, അവരുടെ സന്തോഷമൊക്കെ എനിക്കറിയാം. അതിന് ഒരു മുഖ്യ പങ്ക് വഹിക്കാൻ, അല്ലെങ്കിൽ ഒരു നിമിത്തമാകാൻ കഴിഞ്ഞു എന്നുള്ള വലിയ ചാരിതാർത്ഥ്യവും സന്തോഷവും. ഈ ഭിന്നശേഷിക്കാർക്ക് വേണ്ടി നിയമപരമായി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെക്കുറിച്ച് അങ്ങനെ എന്തെങ്കിലും ചെയ്യുകയോ പ്രവർത്തിക്കുകയോ അത് ഉപയോഗപ്പെടുത്തുകയോ അങ്ങനെ എന്തെങ്കിലും വേണ്ടി വന്നിട്ടുണ്ടോ? നമ്മുടെ മുന്നിൽ നിരവധി ഭിന്നശേഷിക്കാർ വിവിധങ്ങളായ ആവശ്യങ്ങളായിട്ട് വരാറുണ്ട്. അപ്പോൾ ക്ഷേമ കോർപ്പറേഷന് പരിഹരിക്കാൻ കഴിയാത്ത വിഷയങ്ങളും നമ്മുടെ മുന്നിൽ വരും. അപ്പോൾ അത് നമുക്ക് കഴിയുന്ന ഇടത്തോളം ആളുകൾക്ക് അതിൻ്റെ വഴി പറഞ്ഞു കൊടുക്കാറുണ്ട്. ഇന്നടുത്ത് പോയാൽ ഇന്നത് കിട്ടുമെന്നോ അതിൻ്റെയൊക്കെ ഒരു സഹായങ്ങൾ, ഉപദേശങ്ങൾ ആ രീതിയിലൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ അത് നമുക്ക് ഇടപെട്ട് പരിഹരിക്കാൻ കഴിയുന്ന കാര്യങ്ങളാവില്ല. ഒരു ചെയർപേഴ്സൺ എന്നുള്ള നിലയിൽ ഇടപെടാനോ പരിഹരിക്കാനോ കഴിയാത്ത നിയമപ്രശ്നങ്ങളൊക്കെ വരാറുണ്ട്. അപ്പോൾ അത് ഭിന്നശേഷി കമ്മീഷണർക്ക് ഫോർവേഡ് ചെയ്യും. അവരാണോ ഇതിൻ്റെ അവർക്ക് നിയമപരമായ കാര്യങ്ങളിലൊക്കെ കമ്മീഷണറായിട്ടാണ്. അപ്പോൾ ഈ ഒരു 10 കൊല്ലത്തിനിടയ്ക്ക് നമ്മുടെ ഭിന്നശേഷിക്കാർക്ക്, ഒരുപാട് ഭിന്നശേഷിക്കാർക്ക് ആവശ്യമായ ഗുണഫലം ലഭിച്ചിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. മുൻകാലങ്ങളിൽ ഒരു ഭിന്നശേഷിക്കാരനായ വ്യക്തി, ഒരു കുട്ടി ഒരു കുടുംബത്തിലുണ്ട് എങ്കിൽ അത് ആ കുട്ടിയുടെ അല്ലെങ്കിൽ ആ കുടുംബത്തിൻ്റെ വിധി എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്ന സമീപനമല്ല ഇന്ന്. ആ കുട്ടിയുടെ വിദ്യാഭ്യാസമാകട്ടെ, ആരോഗ്യ പരിപാലനമാകട്ടെ, അവരുടെ നൈപുണ്യ പരിശീലനമാകട്ടെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയും സാമൂഹ്യനീതി വകുപ്പിൻ്റെ തന്നെ ഇതര സ്ഥാപനങ്ങൾ വഴിയും നേരിട്ടും ഒക്കെ വിവിധ വകുപ്പുകൾ വഴിയും നിർവഹിച്ച് വരുന്നുണ്ട്. അപ്പോൾ ഇനിയും നമുക്ക് മുന്നോട്ട് പോകാനുണ്ട് പല മേഖലകളിലും. പൂർണ്ണമായി എന്നൊരിക്കലും പറയില്ല. നമ്മുടെ യാത്ര മുന്നോട്ട് തന്നെയാണ്. അപ്പോൾ ഇത് സാധ്യമാകും എല്ലാം. അതായത് രാജ്യത്തിന് തന്നെ മാതൃകയാകുന്ന ഒട്ടേറെ മേഖലകളിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞു. കേന്ദ്ര സർക്കാരിൽ നിന്നുള്ള സഹായം വരുന്നുണ്ടോ? വായ്പാ പദ്ധതികൾക്ക് സാമ്പത്തികം അനുവദിക്കുന്നത് NDFDCയിൽ നിന്നാണ്, നാഷണൽ ദിവ്യാംഗൻ ഫിനാൻസ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ. അപ്പോൾ അതിന് സംസ്ഥാന സർക്കാരിൻ്റെ ഗ്യാരണ്ടിയുടെ അടിസ്ഥാനത്തിലാണ് അവർ തരുന്നത്. സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ സബ്സിഡിയും നൽകുന്നത് സംസ്ഥാന സർക്കാരാണ്. അപ്പം വായ്പ നമുക്ക് നൽകുന്നു. നമ്മളൊരു ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷൻ ഒരു നോഡൽ ഏജൻസിയാണ്. അത് നമ്മൾ തിരിച്ചടയ്ക്കാൻ ബാധ്യസ്ഥരാണ്. ഈ ഭിന്നശേഷിക്കാർ വായ്പ എടുത്ത് പോയിട്ട് അവർ തിരിച്ചടച്ചാലും ഇല്ലെങ്കിലും
അവിടെ നിന്ന് എടുക്കുന്ന വായ്പ കൃത്യമായിട്ട് തിരിച്ചടയ്ക്കേണ്ട ബാധ്യത സംസ്ഥാന ഭിന്നശേഷിക്ഷേമ കോർപ്പറേഷനാണ്. അതിനുള്ള സർക്കാർ ഗ്യാരണ്ടി നമ്മുടെ സംസ്ഥാന സർക്കാർ നൽകുന്നുണ്ട്. അതുകൊണ്ടാണ് അത് വിജയകരമായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നത്. പൊതുവേ ഈ നമ്മുടെ സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും തമ്മിലുള്ള ഒരു ചെറിയൊരു ക്ലാഷ് എവിടെയൊക്കെ ഉണ്ടല്ലോ, ഒരു യോജിപ്പിൻ്റെ ഒരു പ്രശ്നമുണ്ടല്ലോ. നമുക്ക് കിട്ടേണ്ട ഒട്ടനവധി ഫണ്ടുകൾ കേന്ദ്രം നൽകുന്നില്ല എന്നുള്ള ഒരു പരിമിതി നമ്മളെ സംസ്ഥാനം അനുഭവിക്കുന്നുണ്ട്. അല്ലായിരുന്നുവെങ്കിൽ എത്രയോ കൂടുതൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുമായിരുന്നു എന്നുള്ള സാധ്യതയുമുണ്ട്. ഒരു ഫെഡറൽ സംവിധാനം നിലനിൽക്കുന്ന ഒരു രാജ്യത്തെ എല്ലാ സ്റ്റേറ്റിനും ജനസംഖ്യാനുപാതികമായിട്ടും അതുപോലെ തന്നെ പദ്ധതി വിഹിതത്തിലും തുല്യ പരിഗണനയും പ്രാധാന്യവും നൽകണം കേന്ദ്രം. ആ ഒരു അവസരം നമുക്ക് കിട്ടുന്നില്ല. കിട്ടിയിരുന്നുവെങ്കിൽ നമുക്ക് ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്നതിൻ്റെ എത്രയോ ഏറെ മുന്നോട്ട് പോകാൻ കഴിയുമായിരുന്ന ഒരു സംസ്ഥാനമാണ്. അപ്പോൾ എല്ലാ സാമ്പത്തിക ഞെരുക്കങ്ങളുടെയും പരിമിതികളുടെയും ഉള്ളിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഇന്ന് കാണുന്ന തരത്തിൽ കേരളം മാറിയത്. ഒരുപക്ഷെ UDF സർക്കാരായിരുന്നെങ്കിൽ കുറച്ചും കൂടി കിട്ടുമായിരുന്നു എന്നാണോ? ഏയ്, അങ്ങനെ ചിന്തിക്കുന്നില്ല. അല്ല, ഞാൻ ചോദിച്ചത്. എനിക്കറിയില്ല, അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. പക്ഷേ നമ്മുടെ സംസ്ഥാനത്തോട് കേന്ദ്രം അവഗണന ഓടെയാണ് നമ്മളെ കാണുന്നത് എന്നുള്ളത് പല പല കാര്യങ്ങളിൽ നിന്നും നമുക്കറിയാം. അതിൻ്റെ പ്രത്യക്ഷമായ ഒരു ഉദാഹരണമാണ് ചൂരൽമല. നമ്മളിപ്പോൾ ഒരു വിവാഹ വിഷയം വരുമ്പോൾ പൊതുവെ ഒരാൾ, നമ്മളൊരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു ആൺകുട്ടി, അവൻ അല്ലെങ്കിൽ ഇങ്ങനൊരു പരിമിതിയുണ്ട്, വേണ്ട നമുക്ക് എന്ന് പറയുന്നൊരു ഇതാണ്. പക്ഷേ ജയൻ്റെ കുടുംബജീവിതം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു. അപ്പോൾ ആ ഒരു കുടുംബജീവിതത്തെക്കുറിച്ച് അല്ലെങ്കിൽ പങ്കാളിയെക്കുറിച്ച് എന്താണ് ജയ്ക്ക് പറയാനുള്ളത്? എങ്ങനെയായിരുന്നു നിങ്ങളുടെ വിവാഹം? അതൊരു അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നോ? ജസ്റ്റ് അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു. ആ കാര്യത്തിൽ ഞാൻ 100% ഭാഗ്യവതിയാണ് എൻ്റെ ലൈഫിൽ. ഇന്ന് വരെ, നാളിതുവരെ ഭിന്നശേഷിത്വം എന്നുള്ള ഒരു പരിമിതി എൻ്റെ മനസ്സിലേ ഉള്ളൂ. ഞാൻ കുറഞ്ഞു പോയ ആളാണോ, അതിന് അർഹിച്ച ആളാണോ ഞാനെന്നുള്ള ഒരു ഇത് എൻ്റെ മനസ്സിൽ തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ ആ ഭാഗത്ത് നിന്ന് ഇന്ന് വരെ അങ്ങനെയുള്ള ഒരാളാണെന്നുള്ള യാതൊരു പരിഗണനയും എനിക്ക് കിട്ടിയിട്ടില്ല. എന്നെ സാധാരണ ഒരു സ്ത്രീയായിട്ട്, സാധാരണ തൻ്റെ കുട്ടികളുടെ അമ്മയായിട്ട് മാത്രം കണ്ട് പൂർണ്ണ പിന്തുണ നൽകി, പൂർണ്ണ സഹായം നൽകി, പൂർണ്ണമായിട്ടും പരിഗണിച്ച് സ്നേഹിച്ച് സംരക്ഷിച്ച് പോകുന്ന ഒരു പങ്കാളിയെയാണ് കിട്ടിയതെന്നുള്ളതാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ഭാഗ്യം. ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛനും അമ്മയും സഹോദരിയും അപ്പൂപ്പനും അമ്മൂമ്മയും ഒക്കെ ആയിട്ട് ജീവിച്ചിരുന്ന ഒരു അന്തരീക്ഷം ഉണ്ടല്ലോ. ആ അന്തരീക്ഷത്തിൽ ഞാൻ അനുഭവിച്ചിരുന്ന സ്വാതന്ത്ര്യം, സന്തോഷം, ആ ഒരു സമാധാനം, അതെല്ലാം അനുഭവിച്ചുകൊണ്ടാണ് ഞാൻ ഇന്നും ജീവിക്കുന്നത്. ഈ ഒരു ശാരീരിക പരിമിതിയുള്ള ഞാൻ വിവാഹിതയാകുമ്പോൾ ഇതെത്ര നാൾ മുന്നോട്ട് പോകും, ഇടയ്ക്ക് എവിടെയെങ്കിലും ബ്രേക്കാവുമോ, ബ്രേക്കായാൽ ഞാൻ എങ്ങനെ അതിജീവിക്കും, ഇങ്ങനെയൊക്കെയുള്ള ആശങ്കകൾ ഉള്ളിലുണ്ടായി തന്നെയാണ് വിവാഹത്തിലേക്ക് കടന്നത്. പക്ഷേ ഞാൻ ഭയപ്പെട്ടിരുന്നത് പോലെയുള്ള യാതൊരു ബുദ്ധിമുട്ടുകളും എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. വിവാഹം ഒരു അൾട്ടിമേറ്റ് ലക്ഷ്യമല്ല ഒരു വ്യക്തിയുടെയും. പക്ഷേ ഒരു ഭിന്നശേഷിക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു തുണ വേണം. ഇങ്ങനെ ഒരാളാണ് എൻ്റെ വിജയത്തിൻ്റെ പ്രധാന കാരണങ്ങളിൽ ഒന്ന് എന്നുള്ളതാണ്. അത് ഞാൻ അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ പേര് സുനിൽ ജെ. കുടുംബത്തിൽ കുട്ടികളുടെ കാര്യവും നോക്കി എൻ്റെ എല്ലാ അമ്മയും അച്ഛനുമായിട്ട് ആളവിടെ ഉണ്ട് എന്നുള്ള ഒരു സമാധാനത്തിലാണ് ഞങ്ങളിങ്ങനെ നടക്കുന്നത്. ആ ഒരു പിന്തുണ ഇല്ലെങ്കിൽ നമുക്കിങ്ങനെ പ്രവർത്തിക്കാൻ കഴിയില്ലല്ലോ. പരിമിതി എന്ന് പറയുന്നത് നമ്മൾ അങ്ങനെ ഒരു ശാരീരിക പരിമിതി എന്നുള്ളത് ദാമ്പത്യ ജീവിതത്തിലെ ഒരു തടസ്സമല്ല. പരസ്പരം സ്നേഹിക്കാനും മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനുമുള്ള മനസ്സാണ് അവിടെ വിജയിപ്പിക്കുന്നത്. കുടുംബജീവിതം വിജയിപ്പിക്കണമെങ്കിൽ അത് ശാരീരികമായ ക്വാളിഫിക്കേഷനേക്കാളേറെ പരസ്പരമുള്ള മനസ്സിലാക്കലും പരസ്പരമുള്ള അംഗീകരിക്കലുമാണ് ആവശ്യം. അപ്പോൾ ഈ ബുദ്ധിപരമായ പരിമിതികളുള്ള കുട്ടികളുണ്ടല്ലോ, സെറിബ്രൽ പാൾസി, ഓട്ടിസം, അത്തരത്തിലുള്ള കുട്ടികൾക്ക് വേണ്ടി കോർപ്പറേഷൻ്റെ എന്തൊക്കെയാണ് പ്രവർത്തനങ്ങൾ? അത്തരം വ്യക്തികൾക്കും കൂടിയുള്ളതാണ് ഭിന്നശേഷിക്ഷേമ കോർപ്പറേഷൻ. നാഷണൽ ട്രസ്റ്റ് ആക്ടിൻ്റെ പരിധിയിൽ വരുന്ന ഭിന്നശേഷിത്വത്തിൽ വരുന്ന ആളുകളുണ്ട്. ഈ ഓട്ടിസം, സെറിബ്രൽ പാൾസി, ബുദ്ധിപരമായ വെല്ലുവിളി, മാനസിക വൈകല്യം. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് സ്വന്തം നിലയിൽ ഒരു തീരുമാനം എടുക്കാൻ കഴിയാത്തവരാണ്. അവർക്ക് വേണ്ടി അവരുടെ രക്ഷിതാവ് വേണം. ഇപ്പോൾ 18 വയസ്സിന് മുകളിൽ പ്രായമുള്ള ആളാണ് എങ്കിൽ അവർക്ക് ഗാർഡിയൻഷിപ്പ് സർട്ടിഫിക്കറ്റുള്ള ആളിന് അവരുടെ പേരിൽ വായ്പകൾക്ക് അപേക്ഷിക്കാം.
ഇപ്പോൾ ഭിന്നശേഷിയുള്ള ഒരു വ്യക്തിയുണ്ട്, അവർക്ക് ഒരു വീട് വേണം. ആ ഒരു കുട്ടിക്ക് അപേക്ഷിക്കാൻ പറ്റില്ല, അതിൻ്റെ രക്ഷിതാവിനെ അപേക്ഷിച്ചിട്ട് ഈ കുഞ്ഞിൻ്റെ പേരിലായിരിക്കണം വീട്. ഇപ്പോൾ ഭിന്നശേഷിയുള്ള ഒരു വ്യക്തിയുടെ പേരിൽ ആ കുടുംബത്തിലുള്ള മറ്റൊരാളിന് മുതലെടുപ്പിനുള്ള അവസരമില്ല. പൂർണ്ണമായും ഈ കുഞ്ഞിൻ്റെ സംരക്ഷണത്തിനും അതിൻ്റെ ജീവിത മാർഗത്തിനും അവരുടെ ജീവിതത്തിനും വേണ്ടിയിട്ടുള്ളതാണ് ക്ഷേമ കോർപ്പറേഷൻ വഴിയുള്ള എല്ലാ പദ്ധതികളും. അപ്പോൾ ആ കുട്ടി തന്നെ ആയിരിക്കും അതിൻ്റെ ഗുണഭോക്താവ്. 18 വയസ്സ് വരെ മാതാപിതാക്കൾ നിയമപരമായ രക്ഷിതാവ് അവർ തന്നെയാണ്. പക്ഷെ 18 വയസ്സിന് ശേഷം കുട്ടിയുടെ നിയമപ്രകാരമുള്ള രക്ഷിതാവ് ആരാണ് എന്ന് കളക്ടർ അധ്യക്ഷനായ സമിതി നിശ്ചയിച്ച് ഗാർഡിയൻഷിപ്പ് സർട്ടിഫിക്കറ്റ് കൊടുക്കും. ആ വ്യക്തിയാണ് ഈ കുട്ടിയെ പ്രതിനിധീകരിക്കുന്നത്. ആ വ്യക്തിക്കാണ് ഈ കുട്ടിക്ക് തന്നെയാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ, അതിൻ്റെ ഗുണഭോക്താവ് കുട്ടി തന്നെയാണെന്ന് ഉറപ്പുവരുത്താനുള്ള പൂർണ്ണമായ ഉത്തരവാദിത്വം. ആ വ്യക്തിയെയും ആ സർട്ടിഫിക്കറ്റിനെയും വിശ്വസിച്ചുകൊണ്ടാണ് നമ്മൾ വായ്പകൾ കൊടുക്കുന്നത്. പരാതി ഉയരാത്തിടത്തോളം കുട്ടികളിപ്പം നമുക്ക് പരിഹരിക്കാൻ കഴിയുന്ന ഒരു ക്ഷേമ കോർപ്പറേഷനെ നേരിട്ട് ഇടപെട്ട് അങ്ങനെയുള്ള പരാതികൾ കേൾക്കാനോ അറിയാനോ കഴിയണമെന്നില്ല. പൗരൻ എന്നുള്ള നിലയിൽ ഏതൊരു വ്യക്തിക്കും അത്തരം സംഭവങ്ങൾ ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ സർക്കാർ സംവിധാനങ്ങളെ അറിയിക്കാനുള്ള മാർഗമുണ്ടല്ലോ ഇന്ന്. ഇപ്പോൾ അങ്ങനെ ഏതെങ്കിലും ഒരു വിഷയം ഒരു സമൂഹത്തിൽ ആരുടെ ശ്രദ്ധയിൽപ്പെട്ടാലും അത് ഇന്ന് എത്രയും പെട്ടെന്ന് അധികൃതരിലേക്ക് എത്തിക്കുന്നതിനുള്ള മാർഗങ്ങളുണ്ട്. അങ്ങനെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സംഭവത്തെ അവഗണിച്ച് കളയാൻ ഒരു സർക്കാരിനും ഒരു സംവിധാനത്തിനും കഴിയില്ല. അവിടെ ഇടപെടലുണ്ടാവും, ഉറപ്പായിട്ടുണ്ടാവും. അതായത് നമ്മൾ ഭിന്നശേഷി സൗഹൃദ സംസ്ഥാനം, അതെന്താണ് സർക്കാരിൻ്റെ ഒരു വിഷൻ? നമ്മുടെ സംസ്ഥാനത്ത് മുൻകാലങ്ങളെ അപേക്ഷിച്ച് സർക്കാരിൻ്റെ പൊതുവിടങ്ങൾ ഭിന്നശേഷി സൗഹൃദമാക്കി മാറ്റിയെടുക്കുന്നതിനുള്ള ഇടപെടലുകളൊക്കെ നടന്നു വരുന്നു. പുതുതായിട്ട് അനുവദിക്കുന്ന കെട്ടിടങ്ങളിലെല്ലാം തന്നെ റാമ്പ് ഉണ്ടാകണം, വീൽചെയർ ഫ്രണ്ട്ലി ആയിരിക്കണം, കാഴ്ച പരിമിതരൊക്കെ നടക്കേണ്ട ടാക്ടൈൽ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഉണ്ടാകണം. എല്ലാ വിഭാഗത്തിലും പെട്ട ഭിന്നശേഷിക്കാർക്ക് ആക്സസിബിൾ ആയിട്ടുള്ള സംവിധാനങ്ങളോടുകൂടി ആയിരിക്കണം പൊതു കെട്ടിടങ്ങളുടെ എല്ലാം രൂപകൽപ്പനയും നിർമ്മാണ പ്രവർത്തനങ്ങളും നടക്കേണ്ടതെന്നുള്ളത് സർക്കാർ തീരുമാനമെടുത്ത് കൊടുത്തിട്ടുള്ളൊരു കാര്യമാണ്. അതോടൊപ്പം തന്നെ പഴയ കാലത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്ന പൊതുവിടങ്ങളൊക്കെയും ഭിന്നശേഷി സൗഹൃദമാക്കി മാറ്റുന്നതിനാവശ്യമായ ഇടപെടലുകൾ നടക്കുന്നുണ്ട്. രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും ആവശ്യമെന്ന് കരുതി നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്യണം. ഭിന്നശേഷി സൗഹൃദമായ ഭൗതിക അന്തരീക്ഷത്തിലേക്കൊക്കെയുള്ള മാറ്റം, അതിനു വേണ്ടിയിട്ടുള്ള ഇടപെടൽ, അതോടൊപ്പം തന്നെ നേരത്തെ ആദ്യം സൂചിപ്പിക്കപ്പെട്ടതുപോലെ ആളുകളുടെ മനോഭാവത്തിലും സമീപനങ്ങളിലും ഉണ്ടാകുന്ന മാറ്റം. എവിടെയാണോ നമുക്കൊരു തടസ്സം എന്നുള്ളത് അത് അതിജീവിക്കുന്നതിന് സമൂഹം ഒന്നടങ്കമുള്ള പരിശ്രമവും പ്രവർത്തനവും നടത്തി വരുമ്പോൾ സ്വാഭാവികമായും വരുന്ന ആളുകളിൽ നമ്മുടെ സംസ്ഥാനം ഭിന്നശേഷി സൗഹൃദമായിട്ട് മാറും. പുതിയ ക്ഷേമ പദ്ധതികൾ എന്തെങ്കിലും പ്ലാനിലുണ്ടോ? നമ്മളിപ്പോൾ ഭാരതീയ ഖാദി ഗ്രാമ വ്യവസായ സഹകരണ സംഘവുമായിട്ട് സഹകരിച്ചുകൊണ്ട് ഏബിൾ പോയിൻ്റ്, അപ്പോൾ അത് മുന്നോട്ട് വയ്ക്കുന്ന ഒരു കാഴ്ചപ്പാടെന്ന് പറയുന്നത് ഈ ഖാദി ഔട്ട്ലെറ്റുകളിൽ ഭിന്നശേഷിക്കാരായിരിക്കും അതിൻ്റെ ജീവനക്കാർ. മിനിമം 15,000 രൂപ സ്റ്റാർട്ടിങ്ങിൽ അവർക്ക് ഉറപ്പുവരുത്തുന്ന തൊഴിലവസരങ്ങളാണ്. കേരളത്തിലുടനീളം 100 ഔട്ട്ലെറ്റുകൾ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള അനുവാദമാണ് സർക്കാരിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ 100 ഔട്ട്ലെറ്റുകളിലും ഭിന്നശേഷിക്കാരായിരിക്കും ജീവനക്കാർ, അല്ലെങ്കിൽ ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ രക്ഷിതാക്കളായിരിക്കും. പിന്നെ ഈ പദ്ധതി കൂടാണ്ട് മറ്റെന്തെങ്കിലും പ്ലാനിലുണ്ടോ ചെയർപേഴ്സൺ എന്ന നിലയിൽ? നമുക്കൊരു മാനുഫാക്ചറിങ് യൂണിറ്റ് ഉണ്ട് സഹായ ഉപകരണങ്ങളുടെ. അത് കുറച്ചുകൂടെ ഒന്ന് ആധുനികവൽക്കരിച്ച് നല്ല രീതിയിൽ കുറച്ചും കൂടി ഉൽപ്പാദനം കൂട്ടണം. ഉൽപ്പാദനം കൂട്ടുന്നത് മാത്രമല്ല, കാലാനുസൃതമായ മാറ്റം ഈ സ്ഥാപനത്തിൽ കൊണ്ടുവരണം. പരിശീലനം കിട്ടിയ ജീവനക്കാർ വേണം. അതിന് ആവശ്യമായ ഒരു ഇടപെടലാണ് നമ്മൾ ഇനി അടുത്ത ഘട്ടം എന്നുള്ള നിലയിൽ ആഗ്രഹിക്കുന്നതും അത് ശ്രദ്ധയിൽ കൊടുത്തിട്ടുള്ളതും സർക്കാരിൻ്റെ. അപ്പോൾ ഏതാണ്ട് ഭിന്നശേഷി കോർപ്പറേഷൻ വലിയൊരു പ്രവർത്തനമാണ് സംസ്ഥാനത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. സുശക്തി കൂടെ യാഥാർത്ഥ്യമാകുമ്പോൾ ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷൻ എല്ലാ മേഖലകളിലുമുള്ള ഭിന്നശേഷിക്കാരുടെ ഇടപെടലിലേക്ക് ആധികാരികമായിട്ട് തന്നെ ഒരു റോൾ വഹിക്കാനുണ്ട്. അത് യാഥാർത്ഥ്യമാകട്ടെ. അർഹതയുള്ള എല്ലാവരിലേക്കും അവരുടെ ആവശ്യങ്ങളുടെ പൂർണ്ണതയിലേക്ക് നമ്മളുടെ ഒരു സർക്കാരിൻ്റെ നോട്ടം എത്തുമ്പോഴാണല്ലോ അത് നമ്മളൊരു സംതൃപ്തി നമുക്ക് കിട്ടുന്നത്. എന്താ ആവശ്യമെന്ന് പറഞ്ഞാൽ മതി എന്ന് പറയുന്നൊരു സർക്കാരുണ്ട് എന്നുള്ളത് അതിൻ്റെ തലപ്പത്തിരിക്കുന്ന നമുക്കൊരു സമാധാനമാണ്.
അപ്പോൾ ഇപ്പോൾ ഒരു തിരഞ്ഞെടുപ്പ് വരുന്നു, സർക്കാർ മാറി വരികയാണെങ്കിൽ ഇതൊക്കെ മുന്നോട്ട് പോകും തന്നെയാണോ വിചാരിക്കുന്നത്, പ്രതീക്ഷിക്കുന്നത്? ഏത് സർക്കാർ വന്നാലും ഇപ്പം നടപ്പിലായിക്കൊണ്ടിരിക്കുന്ന ഒരു പദ്ധതികളും പ്രവർത്തനങ്ങളും ഉണ്ടല്ലോ, അതിൽ നിന്ന് പിന്നോക്കം പോകാതിരിക്കും എന്നുള്ളതാണ് നമ്മുടെ പ്രതീക്ഷ. 10 കൊല്ലം കൂടി ഇതിൻ്റെ പ്രവർത്തനം കഴിയുമ്പോൾ നമ്മൾ സാധാരണ എല്ലാവരും, ഭിന്നശേഷിക്കാരെല്ലാവരും ഒരു സാധാരണ രീതിയിൽ പൊതുസമൂഹം സാധാരണക്കാരെ പോലെ, അതായത് ഭിന്നശേഷിക്കാരും സാധാരണക്കാരെ പോലെ ആവട്ടെ എന്ന് വിചാരിക്കാം അല്ലേ? അതെ, തീർച്ചയായിട്ടും. ഒരു വേർതിരിവില്ലാത്ത ലോകം, മാറ്റി നിർത്തലുകളില്ലാത്തൊരു ലോകമായിട്ട് മാറട്ടെ എന്ന്